നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരകാലത്തെ കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ കലയും സാഹിത്യവും. സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഹസ്രത്ത് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ ദേശസ്നേഹിയാണ് അഷ്ഫാഖുല്ലാ ഖാൻ. ഹസ്രത്ത് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ ദേശസ്നേഹിയാണ് അഷ്ഫാഖുല്ലാ ഖാൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. ബംഗാളി രാമായണം രചിച്ചതാരെ? കൃതിബാസ് ഓജ. ബംഗാളി രാമായണം രചിച്ചതാണ് കൃതിബാസ് ഓജ. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ്. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ്. മഹാഭാരതം ആദ്യമായി പൂർണ്ണമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെ? കിസരി മോഹൻ ഗാംഗുലി. മഹാഭാരതം ആദ്യമായി പൂർണ്ണമായി ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തത്, അതായത് പരിഭാഷപ്പെടുത്തിയതാരെ? കിസരി മോഹൻ ഗാംഗുലി. ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി അഭിനേന്ദ്ര ടാഗോർ 1907 ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ ചിത്രകലാ രംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി അഭിനേന്ദ്രനാഥ ടാഗോർ 1907 ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം 1882. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1882. അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാത എന്ന ചിത്രം ഏത് ചിത്രത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്? ബംഗമാത. അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാത എന്ന ചിത്രം ബംഗമാത എന്ന ചിത്രത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസൺ ആണ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ചാൾസ് വിൽക്കിൻസ്. 1905 ഭവാനി മന്ദിർ പ്രസിദ്ധീകരിച്ചത് ബരീന്ദ്ര കുമാർ ഘോഷാണ്. 1905 ഭവാനി മന്ദിർ പ്രസിദ്ധീകരിച്ചത് ആരാണ്? ബരീന്ദ്ര കുമാർ ഘോഷാണ്. ആനന്ദമഠം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശ്രദ്ധിച്ചേ, ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷയാണ് ബംഗാളി. ഏത് ഭാഷയിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ദുർഗേശ നന്ദിനി രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ദുർഗേശ നന്ദിനി രചിച്ചത്. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിനെ അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിതയാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിനെ അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിത. കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവാര്? സുബ്രഹ്മണ്യ ഭാരതി. കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. ഷാജഹാന്റെ മരണം, സന്താൽ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചതാര്? അഭിനേന്ദ്രനാഥ ടാഗോർ ആണ്. ഷാജഹാന്റെ മരണം, സന്താൽ പെൺകുട്ടി എന്നീ ചിത്രങ്ങൾ വരച്ചത് അഭിനേന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? JB കൃപലാനി. ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? JB കൃപലാനി. ടാഗോറിന്റെ ഏത് കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ധർമ്മസംഗീതം. ടാഗോറിന്റെ ധർമ്മസംഗീതം എന്ന കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്.
ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്ത ബംഗാളി പണ്ഡിതനാണ് രാധകാന്തദേവ്. ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്ത ബംഗാളി പണ്ഡിതനാണ് ആര്? രാധകാന്തദേവ്. രാധകാന്തദേവ്. ഗോൾഡൻ ത്രെഷോൾഡ്. ഗോൾഡൻ ത്രെഷോൾഡ് ആരുടെ രചനയാണ്? സരോജിനി നായിഡു. ജ്യോതിറാവ് ഫുലെയുടെ വളരെയധികം സ്വാധീനിച്ച തോമസ് പൈൻ എഴുതിയ പുസ്തകമാണ് ദ റൈറ്റ്സ് ഓഫ് മാൻ. ജ്യോതിറാവ് ഫുലെയുടെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ദ റൈറ്റ്സ് ഓഫ് മാൻ. ദ റൈറ്റ്സ് ഓഫ് മാൻ എഴുതിയത് ആരാണ്? തോമസ് പൈൻ ആണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? നേതാജി സുഭാഷ് ബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ നേതാജി സുഭാഷ് ബോസിന്റെ ആത്മകഥയാണ്. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവൽ. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി നോവൽ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? തമിഴ് ഭാഷയിലെ. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലെ കവിയായിരുന്നു. നീലദർപ്പൺ എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്ര. നീലദർപ്പൺ എഴുതിയത് ദീനബന്ധു മിത്ര. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിളാണ് ആനന്ദമഠം. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിളാണ് ആനന്ദമഠം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാരാണ്? നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാര്? അമൃത ഷെർഗിൽ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണെങ്കിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് W.B. യേറ്റ്സ് ആണ്. രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് W.B. യേറ്റ്സ് ആണ്. സാരേ ജഹാംസെ അച്ച രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സുതന്തിര പെരുമൈ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. സുതന്തിര പെരുമൈ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. അടുത്തത് നമുക്ക് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി എവിടേക്കാണ് പോയത്? ഇംഗ്ലണ്ടിലേക്ക്. ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്കാണ് പോയത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ കപ്പലിറങ്ങിയത് എവിടെയാണ്? മുംബൈയിലാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ കപ്പലിറങ്ങിയത് മുംബൈയിലാണ്. ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിൽ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ഗാന്ധിയൻ കാലഘട്ടം എന്നാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്നത് ഗാന്ധിയൻ കാലഘട്ടം എന്നാണ്. ഏത് നേതാവിന്റെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത്? മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ബീഹാർ സംസ്ഥാനത്താണ്. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ് മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ്
മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. ഗാന്ധിജി ജീവിതത്തിൽ ഇന്ത്യയിൽ എത്ര ദിവസം തടവാസം അനുഭവിച്ചിട്ടുണ്ട്? 2089. ഗാന്ധിജി ജീവിതത്തിൽ ഇന്ത്യയിൽ 2089 ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടക്കപ്പെട്ട ജയിൽ ഏതാണ്? യർവാദ ജയിൽ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടക്കപ്പെട്ട ജയിലാണ് യർവാദ ജയിൽ. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണമാണ് 78. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണമാണ് 78. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷമാണ് 1917. ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് എവിടെ വെച്ചാണ്? മധുരയിൽ വെച്ചാണ്. ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കുകയുള്ളൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് മധുരയിൽ വെച്ചാണ് 1921. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം സമരമാണ് ഗേഡ സമരം. ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? 2338. ഗാന്ധിജി 2338 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഏത് തരം സമരമായിരുന്നു? നിരാഹാര സമരമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരം നിരാഹാര സമരമായിരുന്നു. ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയ സമരം ഏതാണ്? റൗലറ്റ് സത്യാഗ്രഹമാണ്. ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യപ്രകാരം അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത്? മഹാത്മാഗാന്ധിയുടെ. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യപ്രകാരം അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം മഹാത്മാഗാന്ധിയുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതിയും ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ച വർഷമാണ് 1919. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതിയും ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ച വർഷമാണ് 1919. 1923 ജൂൺ 18 അഖിലേന്ത്യാ പതാക ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പതാക സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് നാഗ്പൂർ. 1923 ജൂൺ 18 അഖിലേന്ത്യാ പതാക ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പതാക സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് നാഗ്പൂർ. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രദേശ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്തയിൽ. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി കൊൽക്കത്തയിലാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്. ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6 മഹാത്മാഗാന്ധി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ച വർഷമാണ് 1936. മഹാത്മാഗാന്ധി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ച വർഷമാണ് 1936. സേവാഗ്രാം ആശ്രമത്തിലെ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ വസതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആദിനിവാസ്. സേവാഗ്രാം ആശ്രമത്തിലെ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ വസതി ആദിനിവാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് ജില്ലയിലാണ് സേവാഗ്രാം ആശ്രമം? വാർധ ജില്ലയിലാണ് സേവാഗ്രാം ആശ്രമം. 1937 വാർധയിൽ ചേർന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. 1937 വാർധയിൽ ചേർന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ്.
കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 ഫെബ്രുവരി 22-നാണ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് 1944 ഫെബ്രുവരി 22-നാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. എവിടെയാണ് കസ്തൂർബ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത്? പൂനെയിലെ ആഗഖാൻ കൊട്ടാര വളപ്പിലാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാര വളപ്പിലാണ് കസ്തൂർബ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജി എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജി ബംഗാളിലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി 168 ദിവസമാണ് ജീവിച്ചത്. സത്യാഗ്രഹത്തിന്റെ ജന്മഭൂമിയാണ് ദക്ഷിണാഫ്രിക്ക. സത്യാഗ്രഹത്തിന്റെ ജന്മഭൂമി ദക്ഷിണാഫ്രിക്ക. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1907 ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1907 ദക്ഷിണാഫ്രിക്കയിലാണ്. ഏത് ബില്ലിനെതിരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് ഓർഡിനൻസ്. ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് ഓർഡിനൻസ് എന്ന ബില്ലിനെതിരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരം അനുഷ്ഠിച്ച ആദ്യ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരം അനുഷ്ഠിച്ച ആദ്യ സമരമാണ് 1918 അഹമ്മദാബാദ് മിൽ സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി 1918 ഇടപെട്ട പ്രാദേശിക സമരമേത്? അഹമ്മദാബാദ് തുണിമിൽ സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി 1918 ഇടപെട്ട പ്രാദേശിക സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലമാണ് ചമ്പാരൻ. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലമാണ് ചമ്പാരൻ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷമാണ് 1917. ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല. നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി 1916 ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല. നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി 1916 ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹമാണ് 1948 ജനുവരി 13 മുതൽ 18 വരെ. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹമാണ് 1948 ജനുവരി 13 മുതൽ 18 വരെ. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1948 ജനുവരി 18. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം 1948 ജനുവരി 18-നാണ്. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സിൽ പറയുന്നതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ കുറിച്ച് നോക്കാം. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രവിശ്യകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രവിശ്യകൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് പ്രസിഡൻസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രസിഡൻസി. ഇന്ത്യ വിഭജിച്ചതോടെ പാകിസ്ഥാനിൽ പൂർണ്ണമായും ഉൾപ്പെട്ട പ്രവിശ്യകളാണ് ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, സിന്ധ്. ഇന്ത്യ വിഭജിച്ചതോടെ പാകിസ്ഥാനിൽ പൂർണ്ണമായും ഉൾപ്പെട്ട പ്രവിശ്യകളാണ് ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, സിന്ധ്. ഇന്ത്യ വിഭജിച്ചതോടെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി വിഭജിച്ച പ്രവിശ്യകളാണ് പഞ്ചാബ്, ബംഗാൾ, ആസാം. ഇന്ത്യ വിഭജിച്ചതോടെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി വിഭജിച്ച പ്രവിശ്യകളാണ് പഞ്ചാബ്, ബംഗാൾ, ആസാം. ജുനഗഡിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബാണ് മുഹമ്മദ് മഹബത്ത് ഗാൻജി മൂന്നാമൻ. ജുനഗഡിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബാണ് മുഹമ്മദ് മഹബത്ത്
ഗാന്ധിജി മൂന്നാമൻ. ധാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1948 ഡിസംബർ. ധാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1948 ഡിസംബർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതെന്ന് 1948 സെപ്റ്റംബർ 17. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതാണ് 1948 സെപ്റ്റംബർ 17. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിക്കാനാണ് ശുപാർശ ചെയ്തത്? 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിക്കാനാണ് ശുപാർശ ചെയ്തത്. ജുനഗഡിന്റെ നിയന്ത്രണം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തതെന്നാണ് 1947 നവംബർ 9. ജുനഗഡിന്റെ നിയന്ത്രണം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തത് 1947 നവംബർ 9. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. എന്നാണ് രൂപം കൊണ്ടത്? 1953 ഒക്ടോബർ 1. 1953 ഒക്ടോബർ 1 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. മദ്രാസ് സംസ്ഥാനത്തെ എത്ര ജില്ലകളാണ് ആന്ധ്ര സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നത്? 16 ജില്ലകൾ. മദ്രാസ് സംസ്ഥാനത്തെ 16 ജില്ലകളാണ് ആന്ധ്ര സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1936 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ പ്രവിശ്യ ഒറീസയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1936 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ പ്രവിശ്യ ഒറീസയാണ്. പ്രത്യേക ഒറീസ സ്റ്റേറ്റ് 1936 രൂപം കൊള്ളുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒറീസ ദേശീയവാദത്തിന്റെ പിതാവാണ് മധുസൂദന ദാസ്. പ്രത്യേക ഒറീസ സ്റ്റേറ്റ് 1936 രൂപം കൊള്ളുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒറീസ ദേശീയവാദത്തിന്റെ പിതാവാണ് മധുസൂദന ദാസ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്ന സമയത്ത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് സംസ്ഥാനങ്ങളെ എത്രയായിട്ടാണ് തരംതിരിച്ചിരുന്നത്? 4 ആയിട്ടാണ്. ഏതൊക്കെ? പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്ന സമയത്ത് സംസ്ഥാനങ്ങളെ 4 ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണറുടെ പ്രവിശ്യകൾ ഏതിലാണ് ഉൾപ്പെട്ടിരുന്നത്? പാർട്ട് എയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണറുടെ പ്രവിശ്യകൾ പാർട്ട് എയിലാണ് ഉൾപ്പെട്ടിരുന്നത്. പാർട്ട് എ സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗവർണർ. പാർട്ട് എ സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ ഗവർണർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാർട്ട് എ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത്? 9 എണ്ണം. പാർട്ട് എ സംസ്ഥാനങ്ങൾ 9 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പഴയ നാട്ടുരാജ്യങ്ങളും ഒരു കൂട്ടം നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്ന പാർട്ട് ബിയിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? 8 സംസ്ഥാനങ്ങൾ. പഴയ നാട്ടുരാജ്യങ്ങളും ഒരു കൂട്ടം നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്ന പാർട്ട് ബിയിൽ 8 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? രാജപ്രമുഖൻ. പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ രാജപ്രമുഖൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാർട്ട് സി സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചീഫ് കമ്മീഷണർ. പാർട്ട് സി സംസ്ഥാനങ്ങളുടെ ഭരണതലവന്മാർ ചീഫ് കമ്മീഷണർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാർട്ട് എ ഗവർണർ എന്ന പേരിലും പാർട്ട് ബി രാജപ്രമുഖൻ എന്ന പേരിലും പാർട്ട് സി ചീഫ് കമ്മീഷണർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. കേന്ദ്ര സർക്കാർ നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണർ ഭരണം നടത്തിയിരുന്നതും പാർട്ട് ഡിയിൽ ഉൾപ്പെട്ടിരുന്നതുമായ ഏക പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. കേന്ദ്ര സർക്കാർ നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണർ ഭരണം നടത്തിയിരുന്നതും പാർട്ട് ഡിയിൽ ഉൾപ്പെട്ടിരുന്നതുമായ ഏക പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയോഗിച്ച സമിതിയാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിനൻസ് കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയോഗിച്ച സമിതിയാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1948 ജൂൺ 17. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1948 ജൂൺ 17. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനിൽ ഉൾപ്പെട്ടവർ ആരെല്ലാമായിരുന്നു? എസ്.കെ. ദാർ, ജഗത് നാരായൺ ലാൽ, പന്നലാൽ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനിൽ ഉൾപ്പെട്ടവർ എസ്.കെ. ദാർ, ജഗത് നാരായണൻ ലാൽ, പന്നലാൽ.
ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അറിയപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് ധാർ കമ്മീഷൻ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അറിയപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് ധാർ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ധാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. JVP ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. JVP കമ്മിറ്റി ഏത് വർഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 1949. JVP കമ്മിറ്റി 1949 റിപ്പോർട്ട് സമർപ്പിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷമാണ് 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി സർദാർ KM പണിക്കർ. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1955 സെപ്റ്റംബർ 30. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സെപ്റ്റംബർ 30. ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാസാക്കിയത് എന്നാണ്? 1956 ഓഗസ്റ്റ് 31. ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാസാക്കിയത് 1956 ഓഗസ്റ്റ് 31. സംസ്ഥാന പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1956 നവംബർ 1. സംസ്ഥാന പുനഃസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതിയാണ് 1956 നവംബർ 1. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു, പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കൂടി കവർ ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.